ഇതെന്താ പച്ചത്തുപ്പല്? നിങ്ങൾ മുറുക്കോ? ചിലപ്പോ ഈ പുകയിലും ചുണ്ണാമ്പൊന്നും ഇല്ലാണ്ട് രണ്ടല്ല. സിനിത. ജയേഷ്, സിനിത ഇടം വരെ പഠിച്ച്? MA സംസ്കൃതം. ശ്രേഷ്ഠ ഭാഷ. അതുമാത്രല്ല, എനിക്ക് ഹസ്തരേഖാശാസ്ത്രത്തിലും ജ്യോതിഷത്തിലും ഡിപ്ലോമയുണ്ട്. വിരോധമില്ലെങ്കിൽ ഞാൻ ജയേഷേട്ടൻ്റെ കയ്യൊന്ന് നോക്കിക്കോട്ടെ? ജയശേട്ടൻ എന്താ കല്യാണം കഴിക്കാൻ ഇത്ര വൈകിയേ? ഇതുപോലെ ഒരാളെ കിട്ടാത്തോണ്ട്. ഞാൻ ചില കാര്യങ്ങൾ ഇത് നോക്കി പറഞ്ഞാ ജയശേട്ടനത് ബുദ്ധിമുട്ടാവോ? ഇല്ല, കുഴപ്പമില്ല, പറഞ്ഞോ. നിങ്ങളെ ജീവിതത്തിലെ ഏറ്റവും മോശ സമയമാണ് ഇനി വരാൻ പോകുന്നത്. ഒരുപാട് അപമാനങ്ങളും അവഹേളനങ്ങളും ഒക്കെ സഹിക്കേണ്ടി വരും. നിങ്ങൾ കാരണം ഇവിടെ കലാപങ്ങൾ വരെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുമാത്രമല്ല, നിങ്ങളെ ശത്രു ഉള്ളത് പുറത്തല്ല, അകത്താ. ആ ശത്രുവിനെ എടുത്ത് പുറത്ത് കളയാണ്ട് നിങ്ങൾ ഗതി പിടിക്കൂല. ആരാത്? ഓനടികള് ഇവിടെ വന്നിട്ടുണ്ടോ? കുടുംബക്കാരാറ്റാ? ജയശേട്ടാ, നമ്മൾ തമ്മിലുള്ള കല്യാണം എന്തായാലും നടക്കൂല. അല്ല, ആദ്യത്തിലില്ല. ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. നിങ്ങൾ ഈ കയ്യനെ വേറൊരു മനുഷ്യനെ കാണിക്കാൻ നിൽക്കണ്ട. നിങ്ങൾ ഞെട്ടൂലെങ്കിൽ ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയട്ടെ? നിങ്ങളെ കല്യാണം നടക്കുക ഒരു അസാധാരണ സാഹചര്യത്തിലായിരിക്കും. അതൊരാണാവാം, പെണ്ണാവാം, എന്തു ആവാം. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, അവരുടെ പേരില് 3 അക്ഷരമായിരിക്കും ഉണ്ടാവുക. ഏട്ടാ എണീക്കേട്ടാ. എന്ത് നടക്കട്ടു? ഇന്നലെ നിങ്ങളെ കൈ നോക്കി ആ ഏച്ചിയില്ലേ, ഓറ് പുലിയേട്ടാ. ഓറ് കൈ നോക്കി പറഞ്ഞതിൻ്റെ തൊട്ട് നിങ്ങൾക്കുള്ള 8ന്റെ പണി വരുന്നുണ്ട്. എന്ത് പണി? ഇന്നലെ നമ്മൾ നൂനൂനെയും കൂട്ടി പെണ്ണ് കാണാൻ പോയിട്ടില്ലേനോ? ഓറുണ്ട് നൂനൂനെ പെണ്ണ് കാണാൻ ഇങ്ങോട്ട് വരുന്ന. നീ ഒന്നും പറയണ്ട. നമ്മൾ ഇന്നലെ കാണാൻ പോയ വീട്ടിലെ സുധാരേട്ടൻ അച്ഛൻ എപ്പോ വിളിച്ച് വെച്ചിട്ടേ ഉള്ളൂ. ഓർ ഇന്റെ ജാതകം കൂടി നോക്കുന്നുണ്ട് അത്രേ. ഇന്നത്തേക്ക് ചിലപ്പോൾ ഗ്രഹനില മാറാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഓറ് ചോദിച്ചും പറയുന്നത് ജാതകം വെക്കാൻ ചാൻസ് ഉണ്ടെന്നാ. ആദ്യം ഇന്റെ കല്യാണം, എന്നിട്ടേ ഉള്ളൂ നൂനുന്റെ കല്യാണം. ഞാൻ അങ്ങനെ സമ്മതിക്കൂ കേട്ടോ. ചായ കുടിക്കേ. ആദ്യം ജയേഷിന്റെയും ലിഗിനിന്റെയും നോക്കാം. ആരോടോ പറഞ്ഞത് ഈ ജാതകങ്ങൾ തമ്മിൽ ചേരൂലെന്ന്? പറഞ്ഞത് ആരായാലും ആള് ബഹു കേവന. ഈ ജാതകങ്ങൾ തമ്മിൽ ഒരിക്കലും ചേരൂല. പക്ഷെ സുധാരണ പേര് കുട്ടികളെ ജാതകം 10 8 വരുത്ത പക്ക പെർഫെക്റ്റ്. അപ്പൊ മാഷേ, നമ്മള് മക്കളെ കല്യാണം എപ്പോഴാണ് നടത്തുന്നത്? അത് നിനക്ക് എന്ത് സംഭവിച്ചാലും ഇവിടെ ആർക്കും ഒന്നുമില്ല. നിങ്ങളെ ശത്രു ഉള്ളത് പുറത്തല്ല, അകത്താ. ആ ശത്രുവിനെ എടുത്ത് പുറത്ത് കളയാണ്ട് നിങ്ങൾ ഗതി പിടിക്കൂല. ശരിയാ, ശത്രു പുറത്തല്ല, അകത്ത് തന്നെയാ. നാറികൾ. ജയേഷേ, ഓളെ കല്യാണം ഇപ്പൊ നടത്തുന്നില്ല. നിന്റെ കല്യാണം നടത്തിയതിന് ശേഷമേ അത് നടത്തൂ. ഇപ്പൊ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കുന്നല്ലേ അല്ലേ മോളെ? അതെ, പിന്നല്ലാണ്ട്. നിങ്ങൾക്കറിയാലോ, 38 വയസ്സിനുള്ളിൽ എന്റെ കല്യാണം നടന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ മയ്യത്തായി പോകുന്നു. എന്നിട്ടും മോളെ കല്യാണം നടത്താനാ പൂതി. നിങ്ങളൊരു തന്തയല്ല, നിങ്ങളൊരു തള്ളയല്ല, ഇനി ഒരു പെങ്ങളുമല്ല. കുടുംബക്കാരത്ര കുടുംബക്കാരല്ല ഇങ്ങനെയാ. മോനെ, നമ്മൾ എത്ര നാളായി നമ്മളെ തറവാട്ട് മുറ്റത്തൊരു പന്തലിട്ടിട്ട്? പന്തലിടാൻ കല്യാണം തന്നെ വേണമെന്നൊന്നുമില്ല, എന്നെ കൊണ്ട് പറയിപ്പിക്കറ്. നിങ്ങളൊന്ന് കൂളാവ്. നീ പോടാ.
മോനെ ചെയ്യേ ഇന്റെ ട്രെയിനിന്റെ സമയം ആയില്ലാലോ. ഞാൻ സ്റ്റേഷനിൽ പോയിട്ട് ആടെയുള്ള നായ്ക്കളപ്പുറം കിടന്നോളാം. നിങ്ങളെക്കാളും നല്ലത് ഐറ്റിങ്ങളാ. നിങ്ങൾ എന്തായാലും ചെയ്ത തോന്നിയാസായി പോയി. ഒരേ അറിഞ്ഞ് മച്ചുമല് മുട്ടിയിരിക്കുന്ന ഇവനായിട്ട് ഉണ്ടായിട്ടാ നിങ്ങൾ മോളെ കല്യാണം നടത്തും. ഉളുപ്പുണ്ട് നിങ്ങൾക്ക് ഒരു മനസ്സ് വന്നിട്ടാ ഷേക്കനി പടിയിറങ്ങുന്നത്. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. ബേബി, എത്ര കൊല്ലായിട്ട് ഇനി എൻ്റെ പേഴ്സണൽ മാരേജ് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. എന്നിട്ടും എനിക്ക് മനസ്സിലായിട്ടില്ല എനിക്ക് കറുത്ത പമ്പിളർ ഇഷ്ടമല്ലെന്ന്. ഫിൽറ്റർ കൂട്ടിയിട്ടാ മനസ്സിലാവാണ്ടിരിക്കാൻ ഞാനെന്താ ബേബി മൊണ്ണനാ? സർ കളർ കുറച്ച് ഡിഫറെന്റ് ആണേ ഉള്ളൂ സാർ, ബാക്കി എല്ലാം ഓക്കെയാണ് സാർ. അത് ഇനിയാണോ ബേബി തീരുമാനിക്കുന്നത്? പൈസ ഞാൻ തരുന്നുണ്ടെങ്കിൽ ഇനി പറയുന്ന പണിയെടുത്താൽ മതി, വെറുതെ ഇങ്ങോട്ട് പഠിപ്പിക്കാൻ വരണം. മനസ്സിലായി? ശരി, ഓക്കെ സാർ. പേരെന്തേനു? പല്ലവി. ഏതുവരെ പഠിച്ച്? MA ലിറ്ററേച്ചർ. കല്യാണം കഴിഞ്ഞ ജോലി ചെയ്യാൻ താല്പര്യമുണ്ടോ? തീർച്ചയായും. താല്പര്യമുണ്ടോ? പിന്നെ അമ്മേ ജിതേഷേ, വാ. ജയേഷ്, എന്നെ മനസ്സിലായോ? വിനോദ വക്കീലിന്റെ മോളല്ലേ പല്ലവി? അത് തന്നെ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? വൈഫ് എവിടെ? കല്യാണം കഴിഞ്ഞിട്ടില്ല. പല്ലവിയുടെ ഞാൻ ഒരെണ്ണം കഴിച്ചു, ഇപ്പൊ ഡിവോഴ്സ്ഡ്. സുഖം, സ്വസ്ഥം. ശരി വരുന്നേ. ഞാനേ സൗത്ത് ഇന്ത്യ ബേസ് ചെയ്തിട്ട് ഒരു മാച്ച് മേക്കിംഗ് ഫേം നടത്തുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ജയേഷിന് വേണ്ടി ഈ കാര്യങ്ങൾ നോക്കുന്ന ആൾക്കാർ അത്ര ശരിയായിട്ടല്ല ജോലി ചെയ്യുന്നെന്നോ. അല്ലെങ്കിൽ ജയേഷിനെ പോലത്തെ ഒരാൾക്ക് ഇത്രയും കാലം കാത്തിരിക്കേണ്ടി വരില്ലല്ലോ ഒരു പെൺകുട്ടിയെ കിട്ടാൻ. എനിക്ക് കോഴിക്കോട് ഒരു ബ്രാഞ്ച് ഉണ്ട്. മാച്ച് മേക്കിംഗ് റിലേറ്റഡ് എന്ത് ആവശ്യത്തിനും എന്നെ കോണ്ടാക്ട് ചെയ്യാൻ മടിക്കരുത്, എപ്പോഴും ഏത് സമയത്തും. ഓക്കെ? പിന്നെ സ്വന്തം കല്യാണം മര്യാദയ്ക്ക് നോക്കി നടത്താത്തോളാം എൻ്റെ കല്യാണം നടത്തുന്നു. ഓനെ ഇപ്പൊ ഞാക്ക് വിളിക്കുവാനും മെസ്സേജ് അയക്കുവാനും ഒന്നും പറ്റുന്നില്ലാന്ന്. ഞാളെ എല്ലാത്തിൻ്റെ അകത്തും ബ്ലോക്കാക്കി കളഞ്ഞിനി. ഞാക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിൻ്റെ അകത്ത് ഇന്നെ ചേർക്കാം. ഞാള് നല്ല പെൺകുട്ടിയോളെ ഫോട്ടോ എല്ലാം അതിലിട്ടുതരാം. ആ ഫോട്ടോ എല്ലാം ഓനെ കാണിച്ചിട്ട് ഓൻ്റെ മനസ്സൊന്ന് ഇളക്കാൻ നോക്കണം.